സിവിൽ പോലീസ് ഓഫീസറായ ഗിരിശങ്കർ തന്റെ ജോലിയിൽ മറ്റുള്ളവരെക്കാൾ ബുദ്ധിമാനായിരുന്നു. അയാൾ ഒറ്റയ്ക്ക് തന്നെ പല കേസുകളും തെളിയിക്കുന്നു. പക്ഷേ നാട്ടിലും സ്റ്റേഷനിലും അയാൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. പിന്നീട് പുതിയതായി വരുന്ന CI ഗിരിയെ അവഗണിക്കുകയും ഒരു ദിവസം അയാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾക്കിട്ട് ഒരു പണി കൊടുക്കാൻ ഗിരി മോഷണത്തിന് ഇറങ്ങുന്നു. അത് നാട്ടിൽ വലിയ പ്രശ്നമാകുകയും CIക്ക് സസ്പെൻഷൻ കിട്ടുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴേക്കും മോഷണം ഗിരിക്ക് ഒരു ഹരമായി മാറിയിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ കയറുന്ന ഗിരിയെ അവിടെയുള്ള വീട്ടുകാരൻ പിടിക്കുന്നു. എന്നാൽ ഗിരിയുടെ പിന്നാലെ ഓടുന്ന അയാൾ എങ്ങനെയോ മരിക്കുന്നു. അത് കണ്ട് സംശയം തോന്നിയ ഗിരി അന്വേഷണം ആരംഭിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഒരുപാട് പേർ മുൻപും മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ഗിരി മനസ്സിലാക്കുന്നു. പിന്നെ അവൻ ഈ മരണങ്ങളെല്ലാം അമാവാസി ദിവസങ്ങളിലാണ് നടക്കുന്നത് എന്നും ഇരകളെല്ലാം പ്രത്യേക ജാതിയിൽപ്പെട്ടവരാണ് എന്നും കഴിഞ്ഞ 2 വർഷമായി തമിഴ്നാട്ടിലും കേരളത്തിലുമായി നിരവധി മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നും കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടുപിടിക്കുന്ന ഗിരി ദുരൈസ്വാമിയെ സംശയിക്കുന്നു. തുടർന്ന് ഈ മരണങ്ങളെല്ലാം നടക്കുന്നത് കോട്ടക്കുടി മലയിലാണ് എന്ന് മനസ്സിലാക്കി അവൻ അങ്ങോട്ടു പോകുന്നു. എന്നാൽ അവിടെയെത്തിയ ഗിരി തന്റെ വീടിന്റെ അടുത്തുള്ള ലക്ഷ്മിയെ കെട്ടിയിട്ടിരിക്കുന്നതായി കാണുന്നു. പക്ഷേ അതൊരു ട്രാപ്പായിരുന്നു. പിന്നീട് ബോധം വരുന്ന ഗിരി ദുരൈസ്വാമിയും ലക്ഷ്മിയും ചേർന്നാണ് ഇതെല്ലാം നടത്തിയതെന്നും ലക്ഷ്മി മിശ്രലിംഗത്തിൽപ്പെട്ട ആളാണെന്നും ഒരു പൂർണ്ണ സ്ത്രീയായി മാറാൻ തന്നെ ബലി നൽകാനാണ് അവർ ശ്രമിക്കുന്നതെന്നും മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടുന്ന് എങ്ങനെയോ രക്ഷപ്പെടുന്ന ഗിരി ദുരൈസ്വാമിയെ കൊല്ലുകയും ലക്ഷ്മിയുടെ മാനസിക നില മനസ്സിലാക്കി അവളെ ചികിത്സയ്ക്ക് അയക്കുകയും ചെയ്യുന്നു. പിന്നീട് ഗിരിക്ക് ക്രൈം ബ്രാഞ്ചിലേക്ക് ജോലി കിട്ടുന്നുവെങ്കിലും അവന്റെ ഉള്ളിലെ ആ മോഷണഭ്രമം മാറിയിട്ടില്ല എന്ന് വ്യക്തമാകുന്നു.